വെൽക്കം ടു ഫിസിക്സ് വിത്ത് അനുശ്രീ. ഇന്ന് നമ്മൾ കുലോംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ അടുത്തൊരു സ്റ്റെപ്പാണ് കാണാൻ പോകുന്നത്. ഇത്രയും കാലം നമ്മുടെ ചാർജസ് എവിടെയായിരുന്നത്? എയർ അല്ലെങ്കിൽ വാക്യത്തിലാണല്ലേ. ഇനി ഈ ചാർജസിനെ നമ്മളൊരു മീഡിയത്തിലോട്ട് എടുത്ത് വെക്കുകയാണ്. മീഡിയം മാറുമ്പോൾ ഈ ഇക്വേഷനില് കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ഇതിൽ എന്തുവാ മാറാൻ പോകുന്നത്? ഈ ചാർജസിന് ഞാൻ അതേ ഡിസ്റ്റൻസിൽ അതേ ചാർജ് തന്നെയാണ്, Q1 Q2 തന്നെയാണ്. അവർ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 6 തന്നെയാണ്. ഇതൊന്നും ഞാൻ മാറ്റുന്നില്ല. ഇതിനെടുത്തൊരു മീഡിയത്തിലോട്ട് വെക്കുന്നു. മീഡിയം എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ എവിടാ വരുന്നത്? മീഡിയം എന്ന് വരുന്നത് കെയിലാണ്. കാരണം കെ എന്ന് പറയുന്നത് 1/4πε0. ഇതിൽ മീഡിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാ? ε0. അവനാണ് മാറാൻ പോകുന്നത്. നമ്മൾ മീഡിയം മാറ്റുമ്പോൾ ε0 പകരം ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആരോ അവൻ വരും. അതിന് നമുക്ക് എപ്സിലോൺ എന്ന് വിളിക്കാം. അപ്പൊ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഇക്വേഷൻ എങ്ങനെ എഴുതേണ്ടി വരും? ഈ പാർട്ട് മാറുമോ? മാറത്തില്ല. എന്താ മാറുന്നത്? കെ മാറും അല്ലേ? എനിക്കാണെങ്കിൽ കെയുടെ വാല്യൂ ഒക്കെ അറിയുകയും ചെയ്യാം. പക്ഷെ അതെടുത്ത് ഇവിടെ എടുത്ത് ചാമ്പാനും പറ്റത്തില്ല. ഇക്വേഷൻ എങ്ങനെ വരും? 1/4πε Q1 Q2 ബൈ ആർ സ്ക്വയർ. കുഴഞ്ഞില്ലേ? കാൽക്കുലേഷൻ പാളി. കാരണം 1/4πε0 ആയിരുന്നെങ്കിൽ നമുക്ക് 9 × 10⁻9 ഇട്ട് കാര്യം എളുപ്പാക്കായിരുന്നു. പക്ഷെ ഇവിടെ പറ്റത്തില്ല. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള ആന്റിമാരോടും അങ്കിൾമാരോടൊക്കെ നമ്മളൊന്ന് നന്ദി പറയേണ്ടത്. നമ്മളൊരു കല്യാണത്തിന് പോയാല് ഉടനെ അവർ ചോദിക്കും, എന്തുകൊണ്ട് മോളെ വിശേഷം? നീ അറിഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് ഗവൺമെന്റ് ജോലി കിട്ടി, നിനക്ക് കിട്ടിയോ? നീ എന്താ ഇങ്ങനെ? നീ എന്തിനാ ഇത്രയൊക്കെ പഠിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നൊന്നും ജോലിയല്ലേ? നിങ്ങൾക്കും ഇല്ലേ മോനേടാ? അപ്പുറത്തെ ചേട്ടൻ എഞ്ചിനീയർ ആയി, നിനക്ക് എഞ്ചിനീയർ ആണ്ടേ? അപ്പുറത്തെ ചേച്ചി ഡോക്ടറായി. എന്താ വാടാ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? അതാണ് റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. നല്ല എവിഡന്റ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഒരേ ഒരു കാര്യം എന്താ? അത് കമ്പാരിസൺ അല്ലേ? ഇവിടെ ഇരുന്ന് അപ്പുറത്തെ ചേട്ടനെ അപ്പുറത്തെ ചേച്ചിനെ കമ്പയർ ചെയ്യുക. അപ്പോ ഫിസിക്സിലുണ്ടല്ലോ നമ്മൾ റിലേറ്റീവ് എന്ന് പറയുന്ന ടേം കേട്ടാൽ നമ്മൾ ഓർത്തോണം? ആന്റി അങ്ങനെ ഓർത്തോണം. എന്തുവാ അവര് ചെയ്യുന്നത്? കമ്പയർ ആണ് ചെയ്യുന്നത്. കമ്പാരിസൺ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചെറിയ കമ്പാരിസൺ ചെയ്യാൻ പോണം കേട്ടോ. അപ്പോ ഇവിടെ ഞാൻ എഴുതിയേക്കുന്ന ഇക്വേഷനില് ഈ എഫ് ആരുടെയാ? വാക്യൂത്തിന്റെ. ഈ എഫ് ആരുടെയാ? മീഡിയത്തിന്റെ ആണ് അല്ലെ? ഇവനെ രണ്ടും കൂടി ഞാൻ കമ്പയർ ചെയ്യാൻ പോണ കേട്ടോ. നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുക? ആന്റിക്കാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഫിസിക്സിൽ എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുക? മാത്തമാറ്റിക്സ് ഇസ് എ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തോ ചെയ്യാനാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റേഷ്യോ എടുക്കും. നമുക്ക് റേഷ്യോ എടുക്കാം. അതാണ് നമ്മുടെ കമ്പാരിസൺ. അപ്പൊ ഇവിടെ റേഷ്യോ എടുക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? എഫ് വാക്യൂം ഡിവൈഡഡ് ബൈ എഫ് മീഡിയം. ഇപ്പൊ വാക്യൂത്തിന് ഞാൻ എന്ത് എഴുതി? 1/4πε0. ഇവിടെ എന്താ? Q1 Q2 ബൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ മീഡിയത്തിനോ 1/4πε. ഇവിടെ Q1 Q2 ബൈ ആർ സ്ക്വയർ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപോലുള്ള ആൾക്കാരെ ഇപ്പൊ വെട്ടിക്കളയാം. സൗകര്യമായില്ലേ? അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുക? Q1 Q2 ബൈ ആർ സ്ക്വയർ ബൈ Q1 Q2 ബൈ ആർ സ്ക്വയർ ബൈ 1/4π ബൈ 1/4πയും പോയി. അപ്പൊ ബാക്കി നമുക്കിത് കിടക്കുന്ന എന്ത് ഫോമില? ഇങ്ങോട്ട് നോക്കിക്കേ. 1/ε0 ഡിവൈഡഡ് ബൈ 1/ε. നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞാല് 1/ε0 ഡിവൈഡഡ് ബൈ 1/ε. നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ 1/ε0 ഇൻറ്റു എപ്സിലോൺ എന്ന് വരും. അപ്പം എനിക്ക് എന്ത് കിട്ടി? ε/ε0 എന്ന് കിട്ടി. ഇത്ര ഒന്നും സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആണെന്നില്ല. അതുകൊണ്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ε/ε0. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്തുവാ? എനിക്ക് കിട്ടുന്നത് ε/ε0. കമ്പയർ ചെയ്തോ? ഈ ആളെ വിളിക്കുന്ന പേരാണ് എപ്സിലോൺ ആർ. എന്ത് വിളിക്കും? എപ്സിലോൺ ആർ. ആർ വരുമ്പോ ആരായി? റിലേറ്റീവ് ആയി. റിലേറ്റീവ് വരുമ്പോ ആരായി? കമ്പാരിസൺ ആയി. അപ്പൊ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. കത്തിയോ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പൊ ഇനി നോക്കിക്കേ, ഈ എപ്സിലോൺ ആയിരുന്നല്ലോ എന്റെ ഇവിടുത്തെ പ്രശ്നം. ആ എപ്സിലോൺ പകരം ഞാൻ ആരിടാൻ പോവാ? ഇവിടെ ε/ε0 എന്ന് പറയുന്നത് ε/r ആണ്. കണ്ടോ?
അതില് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത എന്തായി? എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ നോട്ട്. വേണ്ട നമ്മുടെ എപ്സിലോൺ നോട്ട് തിരിച്ചു വന്നു. ഈ എപ്സിലോണ് പകരം എനിക്ക് എന്തിടാം? എഫ് മീഡിയം എന്ന് പറയുന്നത് 1/4 എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ നോട്ട്. കണ്ടോ? Q1 Q2/R². എന്നിട്ട് നോക്കിക്കേ, ഈ പുള്ളിക്കാരനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ 1/4 എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2/R². ഇവനെ എനിക്ക് എന്തായിട്ട് തന്നെ എഴുതാം? 9 × 10⁻9. മനസ്സിലായോ? അപ്പൊ ഇക്വേഷൻ കാൽക്കുലേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആയി. മാത്തമാറ്റിക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാറ് എപ്സിലോൺ ആർ എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പർ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ മീഡിയം വരുമ്പോൾ, അതായത് വാക്യൂം അല്ലെങ്കിൽ എയർ മാറി വേറെ ഏതൊരു മീഡിയം വന്നാലും നമ്മൾ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി വേണം. പക്ഷെ നമ്മൾ അതിനെ എന്തിന്റെ ടേംസിലോട്ട് മാറ്റും? റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ടേംസിലോട്ട് മാറ്റിയാണ് നമ്മൾ ആ ഇക്വേഷൻ എഴുതുക. അപ്പൊ ഇതാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കൂളംസ് ലോ എവിടെ വെച്ച് ചെയ്യുമ്പോൾ, ആ ചാർജസിന് എടുത്തൊരു മീഡിയത്തിലോട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ളവർ കൂടി ഷെയർ ചെയ്യണം കേട്ടോ. അവരും കൂടി ഒക്കെ പഠിക്കട്ടെ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.